ഓക്കെ, മൂന്നാമത്തെ കാര്യം, വാട്ട് ഹാപ്പൻസ് വെൻ എ ബിലീവർ സിൻസ്? ലോസ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് വൈറ്റാലിറ്റി ആൻഡ് ഈവൻ അവർ ലൈഫ്. വിശ്വാസി പാപം ചെയ്താൽ, പാപത്തിൽ ജീവിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും, പിന്നെ അവന്റെ ഉത്സാഹം നഷ്ടപ്പെടും, ചിലപ്പോ അവന്റെ ജീവനും നഷ്ടപ്പെടും. നമുക്കറിയാമോ അത്? നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും ആത്മീയരായി ജീവിച്ചില്ലെങ്കിൽ. എന്ന് പറഞ്ഞ ആരോഗ്യമില്ലാത്തവരെല്ലാം അനാത്മീയരാണെന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്കറിയാം, നമ്മുടെ മനസ്സിന്റെ നിലയും ആരോഗ്യവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. ഡോക്ടേഴ്സിന് എല്ലാവർക്കും അതറിയാം, നമുക്കും ഏറെക്കുറെ അതറിയാം. നമ്മള് ഒരു ഹാർട്ട് ചെക്കപ്പിനോ വല്ലതും പോവുകയാണെങ്കിൽ ഡോക്ടർമാർ എല്ലാവരും പറയുന്ന ഒരു കാര്യം, സ്ട്രെസ് എടുക്കരുത്, ടെൻഷൻ ഒഴിവാക്കണം. എന്തിനാ ടെൻഷൻ ഒഴിവാക്കുന്നത്? അത് മനസ്സിന്റെ കാര്യമല്ലേ? മനസ്സിന്റെ കാര്യമാണ്, പക്ഷെ അത് ശരീരത്തെ ബാധിക്കും. ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്ക് വയറ്റുവേദന ഉണ്ടാകും, പിന്നെ കുടലിൽ അൾസർ ഉണ്ടാകും, സ്കിൻ ഡിസീസും ഉണ്ടാകും. എല്ലാ സ്കിൻ ഡിസീസും അതുകൊണ്ടാണ് നല്ല പറയുന്നത്. എന്നാൽ ആങ്സൈറ്റി കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കിൻ ഡിസീസ് ഉണ്ടാകുന്ന ആളുകളുണ്ട്. വ്യാകുലപ്പെട്ടാൽ അത് ശരീരത്തിൽ കാണും. ഇത് വേദപുസ്തകം പറയുന്ന ഒരു കാര്യമാണ്, സയൻസ് പറയുന്ന കാര്യമാണ്, വേദപുസ്തകം പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ പാപം ഒളിപ്പിച്ചു വെച്ചാൽ, ദൈവവുമായി നല്ല കൂട്ടായ്മയിൽ അല്ലാതെ ജീവിച്ചാൽ, യു വിൽ എക്സ്പീരിയൻസ് ലോസ് ഓഫ് ഫിസിക്കൽ ഹെൽത്ത്, ലോസ് ഓഫ് എനർജി, ലോസ് ഓഫ് വൈറ്റാലിറ്റി, ആൻഡ് സംടൈംസ് യു വിൽ ലൂസ് ഈവൻ യുവർ ലൈഫ്. പാപം ജീവിതത്തിൽ അനുവദിച്ചാൽ ആരോഗ്യം നഷ്ടപ്പെടും, പിന്നെ നമ്മുടെ ഊർജം നഷ്ടപ്പെടും, ചിലപ്പോൾ നമ്മുടെ ജീവനും നഷ്ടപ്പെടും.